കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനതയാണ് ഡച്ചുകാർ. 1592 സ്ഥാപിക്കപ്പെട്ട ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഡ്മിറൽ സ്റ്റീവൻ വാണ്ടർ ഹാഗന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുകയും അദ്ദേഹം കോഴിക്കോട്ടെത്തി സാമൂതിരിയുമായി 1604 നവംബർ 11 പോർച്ചുഗീസുകാരെ പുറംതള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിലുണ്ടാക്കിയ ആദ്യ രാഷ്ട്രീയ ഉടമ്പടിയായിരുന്നു അത്. 1608 1610 ഡച്ചുകാർ കോഴിക്കോട്ടെത്തുകയും ഉടമ്പടികൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ ഉടമ്പടികളുടെ ഫലമായി സാമൂതിരി ഡച്ചുകാർക്ക് കോഴിക്കോട്ട് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുകയും ചരക്കുകൾ ശേഖരിച്ചു വെക്കാൻ ഒരു പണ്ടകശാല വിട്ടു നൽകുകയും ചെയ്തു. 1619 ഇംഗ്ലീഷുകാരും ഡച്ചുകാരും തമ്മിൽ ഒന്നുചേർന്ന് ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരായി ഒരു ആക്രമണം നടത്താനുള്ള കരാറിൽ ഏർപ്പെട്ടു. അതിൻ പ്രകാരം 1621 ഇരുവരുടെയും സംയുക്ത നാവിക സൈന്യം മലബാർ തീരത്തെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഉപരോധിച്ചു. അംബോയിന കൂട്ടക്കൊല കൊണ്ട് കുപ്രസിദ്ധനായ വാൻസ്പ്യൂൾട്ട് 1625 ഡിസംബറിൽ സാമൂതിരിയെ സന്ദർശിച്ചതിന്റെ ഫലമായി ഡച്ചുകാർക്ക് കോഴിക്കോട്ട് ഒരു ഫാക്ടറി നിർമ്മിക്കാൻ അനുവാദം കിട്ടി. കൂടാതെ പ്രതിവർഷം 3000 കണ്ടി കുരുമുളക് ഡച്ചുകാർക്ക് നൽകാമെന്ന് സാമൂതിരി സമ്മതിക്കുകയും ചെയ്തു. ഇങ്ങനെ 17ാം ശതകത്തിന്റെ ആദ്യ ദശകങ്ങളിൽ മലബാറിൽ പോർച്ചുഗീസുകാരുടെ നില അനുക്രമം ഇടിഞ്ഞുവരികയും അവരുടെ വാണിജ്യ താൽപര്യങ്ങൾക്ക് ശക്തമായ ഭീഷണിയായി ഡച്ചുകാർ ഉയർന്നുവരികയും ചെയ്തു.